മലബാർ മേഖലയിലെ മെക്സവൻ കൂട്ടായ്മയുടെ ദുരൂഹത വർദ്ധിക്കുന്നു. നിരോധിത ഭീകരവാദ സംഘടനകളുടെ പ്രാരംഭ പ്രവർത്തനത്തിന് സമാനമായ രീതിയിലാണ് മെക്സവന്റെ പ്രവർത്തനമെന്നാണ് ഉയരുന്ന ആരോപണം. കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചതോടെ ഈ കൂട്ടായ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നടക്കം നിരവധി പേർ കൊഴിഞ്ഞു പോകുന്നുമുണ്ട്. അരുൺ കൊടുങ്ങൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു കാര്യമാണത്. കാരണം ഈ നിരോധിത ഭീകരവാദ സംഘടനകളുടെ പ്രാരംഭ പ്രവർത്തനത്തിന് സമാനമായ രീതിയിൽ എന്നതാണ് ഇതിനുയരുന്ന ആരോപണം. അതിനടിസ്ഥാനമായ കാരണങ്ങൾ എന്തൊക്കെയാണ്? കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചത് ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു? തീർച്ചയായും ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ തലയൂരിയെങ്കിൽ പോലും ഇവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് അതേപടി തന്നെ നിലനിൽക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ഉള്ളത് ഈ പോപ്പുലർ ഫ്രണ്ടുമായുള്ള പ്രവർത്തനത്തിന്റെ സാമ്യം. അതുതന്നെയാണ് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ പരസ്യമായി പറഞ്ഞത്. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം തന്നെയായിരുന്നു വിവിധ തുറകളിലുള്ള ആളുകളെ ഒരേ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ഇവരുടെ ആശയങ്ങൾ കൃത്യമായി കൈമാറാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സംവിധാനം ഒരുക്കിക്കൊണ്ടായിരുന്നു മെക്സവന്റെ പ്രവർത്തനമെന്നായിരുന്നു ആരോപണം. അതിൽ എല്ലാ വിഭാഗം ആളുകളും കൃത്യമായി ജാഗ്രത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു കാര്യമായിരുന്നു ഇവരൊക്കെ തന്നെ മുന്നോട്ട് വെച്ചത്. പക്ഷേ മതതീവ്രവാദ ശക്തികളുടെ ഒരു കൃത്യമായ ഇടപെടലിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിവാദത്തിൽ നിന്നും ഈ ആരോപണം ഉന്നയിച്ച നേതാക്കളൊക്കെ തന്നെ പരസ്യമായി പിന്നോട്ട് പോവുകയും അതോടൊപ്പം തന്നെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇതിന് പിന്തുണ അർപ്പിച്ച് രംഗത്ത് വരികയൊക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും അതിനെ തള്ളിപ്പറയാൻ മുതിർന്ന നേതാക്കൾ ആരും തന്നെ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ ഈ ഒരു വിഷയത്തെ ഏറെ ഗൗരവത്തോടെ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിവാദത്തിന്റെ തുടക്കത്തിൽ തന്നെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ഓരോ ദിവസവും ഈ മെക്സവന്റെ വ്യായാമ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ആളുകൾ, ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇതിന് പിന്നിൽ ആരൊക്കെയാണ്, പ്രവർത്തന ശൈലി എന്താണ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഒരു പരിശോധിക്കാനായി കേന്ദ്ര ഇന്റലിജൻസ് അടക്കം ഈ ഒരു വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു തവണയെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് വിശദമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടന്നു വന്നിരിക്കുന്നത്. ആ അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ മത തീവ്രവാദ ശക്തികൾ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പിടിമുറുക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നതിനുള്ള ഒരു വ്യാപകമായ ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് അത് കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കിയതായിരുന്നു. ഇത് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഏറെ ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. അതിനനുസരിച്ചുള്ള ഒരു അന്വേഷണം കൂടിയാണ് ഈ ദേശീയ അന്വേഷണ ഏജൻസികൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ CPMന്റെ ഒരു മലക്കം മറിച്ചിലാണ്. CPMന്റെ ഒരു ജില്ലാ സെക്രട്ടറി തന്നെയാണ് ഈ വിഷയത്തിൽ കൃത്യമായി നിലപാട് വ്യക്തമാക്കുകയും അത് അദ്ദേഹത്തിന് ഉണ്ടായ സംശയങ്ങൾ, ആ പ്രസംഗം കേട്ടാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകും, അദ്ദേഹത്തിനോട് ഉണ്ടായ സംശയങ്ങൾ അദ്ദേഹം കൃത്യമായി പറയുകയും ഇതിന് പിന്നിലുണ്ടായിരുന്ന തീവ്രവാദ ശക്തികളുടെ സാന്നിധ്യം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തതാണ്. പക്ഷേ പെട്ടെന്ന് മലക്കം മറിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കാരണവശാൽ മെക്സവനെ ന്യായീകരിച്ചുകൊണ്ടുവരെ രംഗത്തെത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് CPM നേതാക്കൾക്ക് എത്തേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ ഇതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി തന്നെ കോൺഗ്രസും കാണുന്നു. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള അപകടത്തെക്കുറിച്ച് കൃത്യമായി അവർക്ക് മനസ്സിലാക്കാതെയാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണോ എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ഈ വിഷയത്തിൽ നടത്തുകയാണ്. ഇതിനനുസരിച്ചുള്ള ഒരു അന്വേഷണം വരും നാളുകളിലും വരും ദിവസങ്ങളിലും ഒക്കെ തന്നെ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ദൈനംദിനമായ മെക്സവന്റെ പ്രവർത്തനത്തെ കൃത്യമായി നിരീക്ഷിക്കുന്നതിനുള്ള ഒരു പ്രത്യേക സംവിധാനം കൂടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറാക്കിയിട്ടുണ്ട്. കാരണം വിവിധ ഇടങ്ങളിൽ ശരവേഗത്തിലായിരുന്നു, ദ്രുതഗതിയിൽ തന്നെയായിരുന്നു ഈ മെക്സവന്റെ വളർച്ച ഉണ്ടായിരുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത് കൃത്യമായി ഏതൊക്കെ രീതിയിലുള്ള ആളുകളെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ ഇവർക്ക് ആയി, വ്യായാമ കൂട്ടായ്മയുടെ പേര് പറഞ്ഞ് കൂടുതൽ ആളുകളെ ഇതിലേക്ക് ആകർഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിൽ കൃത്യമായി ഈ വ്യായാമ കൂട്ടായ്മകൾ നടത്തിയിട്ടുണ്ട്, ഇതിൽ ഈ തീവ്രവാദ ബന്ധ സ്വഭാവമുള്ള ആളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഈ വ്യായാമ മുറകളിൽ ആകർഷിച്ചു വന്ന എത്ര ആളുകളുണ്ട്, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ വിവരശേഖരണങ്ങൾ കൃത്യമായി എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. വീണ, അതേസമയം അരുൺ, ഈ CPM ജില്ലാ സെക്രട്ടറി ഇത് ചൂണ്ടിക്കാണിക്കുമ്പോഴാണല്ലോ ആദ്യം ഇത് വലിയ വിവാദമാകുന്നത്, അല്ലെങ്കിൽ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ പോകുന്നത്. പക്ഷെ പിന്നീട് CPM മലക്കം മറിഞ്ഞു. എങ്കിലും
ഈ പ്രസ്താവനകളും പിന്നീട് അത് തിരുത്തിയുള്ള മുന്നോട്ട് പോക്കുമൊക്കെ ഏതൊക്കെ തരത്തിൽ രാഷ്ട്രീയമായി ഇതിനെ ഈ മെക്സവനെ ആളുകൾ നോക്കിക്കാണുന്നതിൽ മാറ്റം വന്നിട്ടുണ്ട്? തീർച്ചയായും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ എന്താണ് ഒരു മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ, അത് CPM ആകട്ടെ കോൺഗ്രസ് ആകട്ടെ, ഒരു വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ മലബാർ മേഖലയിലെ മെക്സവൻ കൂട്ടായ്മ അതിന് പിന്നിൽ സംശയങ്ങൾ ഉയരുന്നു എന്ന തരത്തിൽ ആദ്യം CPM ജില്ലാ സെക്രട്ടറി തന്നെയാണ് വ്യക്തമാക്കിയത്. അരുൺ, അതിൻ്റെ ഒരു രാഷ്ട്രീയമായ സ്വാധീനം കൂടി ഞാൻ ചോദിക്കുകയായിരുന്നു. കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തുടരാം. തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് CPM മലബാർ മേഖലയിൽ കൃത്യമായ ഒരു രാഷ്ട്രീയം പയറ്റിയിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ മത ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ ഒരു തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സമസ്തയടക്കം കൂടെ നിർത്തുക, അതോടൊപ്പം തന്നെ തീവ്രമായ മുസ്ലിം സംഘടനകളെ അവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ കൃത്യമായ ഒരു പ്രീണന രാഷ്ട്രീയം മലബാറിൽ പയറ്റിയിരുന്നു. ഒരു പരീക്ഷണശാലയായി തന്നെ മലബാറിനെ അവർ മാറ്റുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ പാളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് P. ജയരാജന്റെ ഈ ഒരു ആത്മവിമർശനം തന്നെ മുന്നോട്ട് വരുന്നു. ഇതിനുശേഷം ഈ P. മോഹനൻ ഈ മെക്സവനെതിരെ അതിവേഗത്തിൽ ദ്രുതഗതിയിൽ വളർന്നു കൊണ്ടുപോകുന്ന ഈ ഒരു മെക്സവനെതിരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നു. ഇവരുടെ ഈ തട്ടിപ്പിൽ ആരും വീണ് പോകരുത് എന്നുള്ള ഒരു കൃത്യമായ സന്ദേശമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത്. അത് രഹസ്യമായി പറഞ്ഞല്ല, പൊതുപരിധിയിൽ പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞതാണ്. പക്ഷേ ആ പൂർണ്ണമായും പ്രസംഗത്തെ വിഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിൽ നിന്നും ആ നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്ര കൃത്യമായി അത്ര ദൃഢമായി തന്നെയാണ് പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയിൽ ഇരിക്കുന്നതാണ്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. അതിനുശേഷം മെക്സവൻ തിരിച്ചു പറഞ്ഞ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിന്റെ ഒക്കെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ ആശംസാ പത്രം ഒക്കെ തന്നെ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു മെക്സവൻ ഇതിനെ പ്രതിരോധിക്കാൻ. ഞാനൊന്ന് ഇടപെടുകയാണ്. റിട്ടയർഡ് SP K. ആന്റണി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ K. ആന്റണി, ഈ മലബാർ മേഖലയിൽ നടന്ന മെക്സവൻ കൂട്ടായ്മ അതിൻ്റെ പിന്നിൽ ഒരു ദുരൂഹതയുണ്ട് എന്ന കാര്യം ആദ്യം CPM ജില്ലാ സെക്രട്ടറി പറയുന്നു. അതിനുശേഷം അത് വലിയ വിവാദമായി മാറുന്നു. അതിൻ്റെ പിന്നിലേക്ക് പോകുമ്പോൾ ഈ നിരോധിത ഭീകരവാദ സംഘടനകളുടെ ഒരു പ്രാരംഭ പ്രവർത്തനം PFIയുടെ ഒക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രാരംഭ പ്രവർത്തനത്തിന് സമാനമായ രീതിയിലാണ് ഈ മെക്സവൻ്റെ പ്രവർത്തനം ഉണ്ടായത് എന്നുള്ളതാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ദുരൂഹത കൂടുകയുമാണ്. ഈ കേന്ദ്ര ഏജൻസികളൊക്കെ ഇത് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിപ്പോഴും തുടരുന്നുണ്ട്. ആ കൂട്ടായ്മ ഇപ്പോൾ തുടരുന്നുണ്ടെന്ന് മാത്രമല്ല, ഭരിക്കുന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയ സംഘടന ആ വിഷയത്തിൽ പിന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇത് എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നതാണ് ഇത്തരം കൂട്ടായ്മകളുടെ പ്രവർത്തനം? അതെ, മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മയുടെ പേരിലുള്ള ഒരു ആരോപണം ഇപ്പൊ ഈ അടുത്ത നാളിൽ വന്നു. അത് 1000-ലധികം യൂണിറ്റുകൾ മൊത്തത്തിലായിട്ടുണ്ട്. അത് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളത്. അതിനെ സംബന്ധിച്ച് അതിന്റെ പിന്നിൽ തീവ്രവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകളോ സംഘങ്ങളോ ചേർന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ പിന്നിലുണ്ടോ എന്നുള്ളത് അതിലെ അംഗങ്ങൾക്ക് പോലും സംശയമായി തീർന്നിട്ടുണ്ട്. മെക്സവൻ എന്ന് പറയുന്ന എക്സർസൈസ് കൂട്ടായ്മ അത് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണോ എന്നുള്ളതിൽ സംശയമുള്ള ആളുകളാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കേന്ദ്ര ഏജൻസികളോ മറ്റൊരു അന്വേഷണത്തിനോ ഒരു ഇടം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തുടക്കം കുറിക്കുന്ന സമയത്ത് മാറി നിൽക്കുന്നത്. സമാധാനകാംക്ഷികളായിട്ടുള്ള ഇതുമായിട്ട് ഉത്തമ വിശ്വാസത്തിൽ എക്സർസൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതി വന്ന ആളുകൾ പലരും ഇപ്പൊ അതിൽ നിന്ന് പിന്മാറുന്നത് സ്വാഭാവികമാണ്. അപ്പം ആയിരക്കണക്കിന് ആളുകളിൽ പങ്കെടുത്തിരുന്നു. പല യൂണിറ്റുകളിലും പല ഗ്രാമങ്ങളിലും ഇതിന്റെ ശക്തമായിട്ടുള്ള പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ ഒരു തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുടെ നുഴഞ്ഞുകയറ്റം അത് ആരെയും ബുദ്ധിമുട്ടിക്കുന്നതാണ്. പ്രത്യേകിച്ചും അതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അല്ലാതെ ചേർന്ന ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അവരും സംശയത്തിന്റെ നിഴലിലേക്ക് എന്തിനാണ് വെറുതെ പോകുന്നത് എന്നുള്ള ബോധ്യത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലിലാണ് അവർ പിന്മാറി പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനെ സംബന്ധിച്ചൊരു അന്വേഷണം ആരോപണം ഇത്രയും ആയ സ്ഥിതിക്ക് ഇതിലെ ബന്ധപ്പെട്ട ഏജൻസികൾ ഇതിൽ ശക്തമായ ഒരു അന്വേഷണം നടത്തി ഇതിന്റെ പിന്നിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ലക്ഷ്യമുണ്ടായിരുന്നോ
അല്ലെങ്കിൽ ആ രീതിയിലേക്കാണോ ഇതിനെ കൊണ്ടുവരുന്നത് എന്നുള്ളത് അന്വേഷിച്ച് ബോധ്യപ്പെടാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിനെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആരാണ്, ഇതിൽ മറ്റേതെങ്കിലും രീതിയിൽ തീവ്രവാദ സംഘടനകൾ, ആ നിരോധിക്കപ്പെട്ട സംഘടനകളുമായിട്ട് ബന്ധമുള്ള ആളുകൾ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതും ഒക്കെ പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉണ്ട് എങ്കിൽ ഈ രീതിയിലുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ തന്നെ നിർത്തണം, സംശയത്തിന്റെ നിലയിൽ തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് എനിക്കതിനകത്ത് അഭിപ്രായം പറയുവാനുള്ളത്. ആളുകൾ പിരിഞ്ഞു പോകുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു അന്വേഷണത്തിന്റെ പരിധിയിലേക്കോ ഒരു സംശയത്തിന്റെ നിഴലിലേക്കോ പോകാൻ ആഗ്രഹിക്കാത്ത അതായത് ഉള്ള ആൾക്കാർ തന്നെയാണ് അതിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. അതേതായാലും അത് കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണങ്ങൾ ആവശ്യമുള്ളതാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീ കെ എം ആന്റണി. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ വിശദമായ ഒരു അന്വേഷണം ഇതിൻ്റെ പിന്നിൽ ആവശ്യമുണ്ട്. കാരണം ഇത്തരത്തിൽ ദുരൂഹതകളുണ്ട്, അല്ലെങ്കിൽ പിന്നിൽ ഈ ഭീകരവാദ സ്വഭാവമുള്ള സംഘടനകളുണ്ട് എന്ന് അറിയാതെയൊക്കെ ഇതിൽ അംഗമായ ആളുകളുണ്ട്. പക്ഷെ അവരായിരിക്കാം ഈ കൊഴിഞ്ഞുപോക്കിന് പിന്നിൽ. എന്തായാലും കൊഴിഞ്ഞുപോയത് ആരായാലും ഇതൊക്കെയും അന്വേഷണ പരിധിക്കുള്ളിൽ വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.